എല്ലാ കുട്ടികൾക്കും നമസ്കാരം. നമ്മൾ ഇന്ന് SLC കുട്ടികൾക്ക് വേണ്ടി ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. SLC കുട്ടികളുടെ രണ്ടാമത്തെ ചാപ്റ്ററായ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന ചാപ്റ്ററിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പെരിമെന്റ് കാണിച്ചു വഴിയുള്ള വീഡിയോസുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസുകളിലൊക്കെ നിങ്ങൾ കാണുക. ലിങ്കൊക്കെ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ അത് നോക്കോട്ടെ. നല്ലോണം കണ്ട് കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. വീഡിയോസ് എല്ലാവരും കാണുക. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻസുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസുകളെല്ലാം നല്ലോണം പഠിക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോർഷൻസിന്റെ വീഡിയോസും കൂടി എടുത്ത് കാണുക കേട്ടോ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ഓഫ് എ DC മോട്ടർ സെമി സർക്കുലർ റിംഗ്സ് ആർ യൂസ്ഡ്. വാട്ട് ഈസ് ദ നീഡ് ഫോർ ദിസ്? നമുക്കറിയാം DC മോട്ടർ നമ്മൾ പഠിച്ചതാണല്ലേ. DC മോട്ടറിൽ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ആണ് ഉപയോഗിച്ചിരുന്നത്. അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സെമി സർക്കുലർ റിംഗ്സ് ആണ് ഉപയോഗിക്കുന്നത് അല്ലെ. അർത്ഥവൃത്താകൃതിയിലുള്ള റിംഗ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതിന്റെ റീസൺ എന്താണ്, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ അർത്ഥവൃത്താകൃതിയിലുള്ള റിംഗ്സ് ഉപയോഗിക്കാൻ കാരണം എന്താണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം മോട്ടറിൽ എന്നാണ് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ആണെന്ന് പറഞ്ഞു. അത് എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്ന ആർമേച്ചർ റൊട്ടേഷൻ അനുസരിച്ചിട്ടാണ് കറങ്ങുന്നത് അല്ലേ. അപ്പം ഈ ഓരോ പൊസിഷനിൽ വരുമ്പോഴും സ്പ്ലിറ്റ് റിംഗ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ്, സ്പ്ലിറ്റ് റിംഗ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കറന്റിന്റെ ഡയറക്ഷനും ഇല്ലേ, അവിടെ ആ ആർമേച്ചറിലെ കറന്റ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുവാണ്. അപ്പൊ അതിന്റെ ഫലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ റൊട്ടേഷൻ അവിടെ നടക്കുകയാണ് ചെയ്യുന്നത്. അതിനു വേണ്ടിയാണ് നമ്മൾ സെമി സർക്കുലർ റിംഗ്സ് അവിടെ ഉപയോഗിക്കാൻ കാരണം. ആൻസർ നോക്കുക. ഇൻ ദ മോട്ടർ ദ സ്പ്ലിറ്റ് റിംഗ്സ് റൊട്ടേറ്റ് അക്കോർഡിംഗ് ടു ദ ആർമേച്ചർ റൊട്ടേഷൻ അല്ലെ. സ്പ്ലിറ്റ് റിംഗ് റൊട്ടേറ്റ് ചെയ്യുന്ന ആർമേച്ചറിന്റെ റൊട്ടേഷൻ അനുസരിച്ചിട്ടാണ്. ദ പൊസിഷൻ ഓഫ് ദ സ്പ്ലിറ്റ് റിംഗ് ചേഞ്ചസ്, ദ ഡയറക്ഷൻ ഓഫ് ദ കറന്റ് ഇൻ ദ ആർമേച്ചർ ഓൾസോ ചേഞ്ചസ്. അപ്പൊ സ്പ്ലിറ്റ് റിംഗ് റൊട്ടേറ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്, ആർമേച്ചറിലെ കറന്റിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇൻ ദിസ് വേ ദ കണ്ടിന്യൂസ് റൊട്ടേഷൻ ഓഫ് ദ DC മോട്ടർ ഈസ് പോസിബിൾ. അപ്പൊ ആ ഒരു രീതിയിലാണ് DC മോട്ടറിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള റൊട്ടേഷൻ സാധ്യമാകുന്നത് കേട്ടോ. പഠിച്ചോളുക. ഇനി നോക്കുക, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. സ്റ്റേറ്റ് ദ മോട്ടോർ റൂള്. ദ ഡയറക്ഷൻ ഓഫ് കറന്റ്, ദ കണ്ടക്ടർ ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആർ ദ സെയിം. ഇൻ വിച്ച് വേ വിൽ ദ കണ്ടക്ടർ മൂവ്? ഇത് ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു ബി പാർട്ടായിട്ട് കൺസിഡർ ചെയ്യുകയാണ് കേട്ടോ. അപ്പം മോട്ടോർ റൂള് സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ചോദിച്ചിരിക്കുന്നത്, ഡയറക്ഷൻ ഓഫ് കറന്റ് ഇൻ ദ കണ്ടക്ടർ ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആർ ദ സെയിം. കണ്ടക്ടർ നമുക്കറിയാം ഇല്ലേ, കണ്ടക്ടറിന്റെ കേസിൽ കറന്റും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാവുകയാണെങ്കിൽ കണ്ടക്ടർ ഏത് രീതിയിലായാലും മൂവ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പം മോട്ടോർ പ്രിൻസിപ്പിൾ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോണം. എന്താണ്, കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ എക്സ്പീരിയൻസ് എ ഫോഴ്സ് വെൻ പ്ലേസ്ഡ് വിത്തിൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ എന്ത് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പൊ ഈ മോട്ടോർ പ്രിൻസിപ്പിൾ ഇതേ രീതിയിൽ തന്നെ അങ്ങ് പഠിച്ചോളൂ കേട്ടോ. ഒരു മാറ്റങ്ങളൊന്നും ഇല്ലാതെ സ്റ്റേറ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതേ രീതിയിൽ തന്നെ നിങ്ങൾ എഴുതിക്കൊള്ളുക. ഇനി എന്റെ രണ്ടാമത്തെ പാർട്ട് എന്താണ് ചോദിച്ചത്, ഇഫ് ദ ഡയറക്ഷൻ ഓഫ് കറന്റ് ഇൻ ദ കണ്ടക്ടർ ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആർ സെയിം ഇല്ലേ. കണ്ടക്ടറിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും കറന്റ് ഡയറക്ഷൻ സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം കണ്ടക്ടർ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം, ഇത് നമ്മൾ റൂള് പഠിച്ചിട്ടുണ്ടല്ലോ, റൂള് വെച്ചിട്ടാണ് അല്ലെ. ഇഫ് ദ ഡയറക്ഷൻ ഓഫ് കറന്റ് ഇൻ ദ കോയിൽ ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആർ സെയിം, ദർ ഈസ് നോ ഫോഴ്സ് ആക്ടിങ് ഓൺ ദാറ്റ് സൈഡ് ബിക്കോസ് കറന്റ് ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആർ പാരലൽ, സോ ദ കണ്ടക്ടർ ഡസന്റ് മൂവ്. അറിയാലോ, നമ്മൾ ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിട്ടാണ് ഇത് അപ്ലൈ ചെയ്യുന്നില്ല. ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്, മൂന്ന് സെക്ഷനും എങ്ങനെയാണ്, മാഗ്നറ്റിക് ഫീൽഡിലെ കറന്റ് അതുപോലെ ഫോഴ്സ് എങ്ങനെയായിരിക്കണം, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെയും കറന്റ് ഡയറക്ഷൻ സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ എന്താണ്, ഫോഴ്സ് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുവോ? ഇല്ല. പാരലൽ ആയതുകൊണ്ട് അവിടെ ഫോഴ്സിന് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, കണ്ടക്ടർ മൂവ് ചെയ്യുന്നില്ല. മനസ്സിലായല്ലോ. അപ്പൊ ഓർത്തോണം, മൂന്ന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കണം. ക്ലിയർ ആയല്ലോ. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ വിൽ യു ഡിറ്റർമൈൻ ദ പൊളാരിറ്റി വെൻ കറന്റ് ഈസ് പാസ്ഡ് ത്രൂ എ സോളിനോയിഡ്? കറന്റ് ഒരു സോളിനോയിഡ് അല്ലെ, സോളിനോയിഡ് കറന്റ് പാസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിന്റെ പൊളാരിറ്റി കണ്ടുപിടിക്കുന്നത്? സജസ്റ്റ് മെത്തേഡ് ഫോർ ഇൻക്രീസിംഗ് ദ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ കറന്റ് ക്യാരിയിങ് സോളിനോയിഡ്. ഒരു കറന്റ് ക്യാരിയിങ് സോളിനോയിഡ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനുള്ള മെത്തേഡ്സുകൾ പറയാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യമേ ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, പൊളാരിറ്റി എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? പൊളാരിറ്റി എങ്ങനെയാണ്, ദ എൻഡ്സ് ഓഫ് ദി സോളിനോയിഡ് അറ്റ് വിച്ച് കറന്റ് ഫ്ലോസ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വിൽ ബി ദ സൗത്ത് പോൾ.
അല്ലെ പഠിച്ചാണ്. എൻസ് ഓഫ് ദി സോളിനോയിഡ് അറ്റ് വിച്ച് കറന്റ് ഫ്ലോസ് ഇൻ ദ ക്ലോക്ക് വൈസ്. കറന്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങുന്നതെങ്കിൽ മൂവ് ചെയ്യുന്നതെങ്കിൽ അതെങ്ങനെയാണ് സൗത്ത് പോൾ ആണ്. ആൻഡ് അറ്റ് വിച്ച് കറന്റ് ഫ്ലോസ് ഇൻ ദ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വിൽ ബി ദ നോർത്ത് പോൾ. കറന്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാവുകയാണെങ്കിൽ സൗത്ത് പോളും, കറന്റ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അതെന്താണ് നോർത്ത് പോളും ആണ്. പഠിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സെക്ഷൻ സോളിനോട് കൃത്യമായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിച്ചു തന്ന് പഠിപ്പിക്കുന്നതാണ് കേട്ടോ. ആ വീഡിയോ നിങ്ങൾ കാണുക കേട്ടോ, ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ. Then methods to increase the magnetic strength of solenoid are. എന്തൊക്കെയാണ് സോളിനോയിഡ് മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂട്ടാനുള്ള മെത്തേഡ്സുകൾ? അതൊക്കെയാണ് ഇൻക്രീസ് ദ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ്. ഇലക്ട്രിക് കറന്റിന്റെ ഇന്റൻസിറ്റി കൂട്ടാം. അതുപോലെ തന്നെ ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ് കൂട്ടാം. അതുപോലെ തന്നെ ഇൻക്രീസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ സോഫ്റ്റ് അയൺ വിച്ച് ഈസ് യൂസ്ഡ് ആസ് എ കോർ. അല്ലെ, അപ്പം കോറായിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ് അയൺ ഉള്ള അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമുക്ക് കൂട്ടാം. അപ്പൊ ഈ ഒരു 3 മാർഗത്തിലൂടെ നമുക്ക് സോളിനോയിഡിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കട്ടെ. ഗിവൺ ബിലോ ആർ ദ സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു ദ വർക്കിംഗ് ഓഫ് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. അറേഞ്ച് ദം ഇൻ എ പ്രോപ്പർ ഓർഡർ. കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചലിക്കും ചൂൾ ലൗഡ് സ്പീക്കറിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നൽകിയിട്ടുള്ളത് പ്രോപ്പർ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യമേ സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്, ഇലക്ട്രിക്കൽ പൾസസ് റീച്ചസ് ആംപ്ലിഫയർ, വോയിസ് കോയിൽ മൂവ്സ് ടു ആൻഡ് ഫ്രോ റാപ്പിഡ്ലി, ഇലക്ട്രിക്കൽ പൾസസ് റീച്ചസ് വോയിസ് കോയിൽ. നമുക്കറിയാം ആദ്യമേ എന്താണ് ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ പൾസസ് എന്ത് സംഭവിക്കുന്നുണ്ട്, റീച്ചസ് ദ ആംപ്ലിഫയർ. ഇലക്ട്രിക്കൽ പൾസസ് ആദ്യമേ ആംപ്ലിഫയറിൽ എത്തുകയെന്ന്. ആംപ്ലിഫയർ ഇലക്ട്രിക്കൽ പൾസസ് എത്തണല്ലോ അല്ലേ, അതായത് വൈദ്യുത സ്പന്ദനങ്ങൾ ആംപ്ലിഫയറിൽ എത്തുന്നത്. അതായത് ആദ്യമേ ബി ആണ്, വൈദ്യുത സ്പന്ദനങ്ങൾ ആംപ്ലിഫയറിൽ ആദ്യമേ എത്തുവാണ് ഇതിന്. അതിനുശേഷം എന്ത് ചെയ്യും, ആ വൈദ്യുത സ്പന്ദനം അല്ലെങ്കിൽ ഇലക്ട്രിക് പൾസസ് എവിടെ ചെയ്യും, വോയിസ് കോയിൽ ചെല്ലും കേട്ടോ, വോയിസ് കോയിൽ. അപ്പൊ രണ്ടാമത്തെ ഇതാണ് ഇലക്ട്രിക് പൾസസ് റീച്ചസ് വോയിസ് കോയിൽ. ആദ്യമേ എന്താണ് ആംപ്ലിഫയറിൽ എത്തുന്നുണ്ട്, പിന്നെ എന്താണ് വോയിസ് കോയിൽ എത്തണം. വൈദ്യുത സ്പന്ദനങ്ങൾ വോയിസ് കോയിൽ എത്തുന്നത്, അതായത് ഡി ആണ്. ഇനി അടുത്ത ഏതാണ്, വോയിസ് കോയിൽ എത്തി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, വോയിസ് കോയിൽ മൂവ്സ് ടു ആൻഡ് ഫ്രോ റാപ്പിഡ്ലി. ഇല്ലേ, വോയിസ് കോയിൽ മുന്നോട്ടും പുറകോട്ടും അതിവേഗം ചലിക്കുന്നുണ്ട്. വോയിസ് കോയിൽ മുന്നോട്ടും പുറകോട്ടും അതിവേഗം ചലിക്കുന്നുണ്ട്, സി ആണ്. ഇനി എന്താണ് അടുത്ത വരുന്ന ഏതാണ്, അതിന്റെ ഫലമായിട്ട് സൗണ്ട് ഉണ്ടാവുന്നു. ദെൻ സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്, എ. അപ്പൊ ഇതാണ് അതിന്റെ ഓർഡർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ 4 പോയിന്റുകൾ നിങ്ങൾ ആ ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈ ലൗഡ് സ്പീക്കറിന്റെ വർക്കിംഗ് ആയി ഇല്ലേ. അപ്പൊ അത് അതേ രീതിയിൽ തന്നെ പഠിച്ചോളുക. ദെൻ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കുക. റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രോമാഗ്നറ്റ് ആൻഡ് പെർമനന്റ് മാഗ്നറ്റ്. അല്ലെ, ഇലക്ട്രോമാഗ്നറ്റും ഉണ്ട്, അതുപോലെ തന്നെ പെർമനന്റ് മാഗ്നറ്റിലെ. അതായത് പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ബാർ മാഗ്നറ്റ് അല്ലേ, ഇലക്ട്രോമാഗ്നറ്റ് രണ്ടിനെയും വ്യത്യാസം നമ്മൾ പറയാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ബാർ മാഗ്നറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ, ബാർ മാഗ്നറ്റ് അല്ലെങ്കിൽ പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാഗ്നറ്റിസം അവിടെ പെർമനന്റ് ആണ്, കാന്തശക്തി സ്ഥിരമാണ്. ഇലക്ട്രോമാഗ്നറ്റിന്റെ കേസിൽ മാഗ്നറ്റിസം എങ്ങനെയാണ്, ടെമ്പററി ആണ്, താൽക്കാലികമാണ്. മനസ്സിലായല്ലോ? ഇനി പോൾസ് കനോട്ട് ബി റിവേഴ്സ്ഡ്. ബാർ മാഗ്നറ്റ് അല്ലെങ്കിൽ പെർമനന്റ് മാഗ്നറ്റിന്റെ കേസിൽ എങ്ങനെയാണ്, പോൾസ് നോർത്ത് പോളും സൗത്ത് പോളിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. അതേസമയം ഇവിടെ ഇലക്ട്രോമാഗ്നറ്റിന്റെ കേസിൽ പോൾസ് മാറ്റാൻ സാധിക്കും, അതായത് അതിന്റെ ധ്രുവത മാറ്റാൻ സാധിക്കും. മനസ്സിലായല്ലോ? ഇനി ബാർ മാഗ്നറ്റിന്റെ കേസിൽ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കനോട്ട് ബി ചേഞ്ച്ഡ്. അതിന്റെ സ്ട്രെങ്ത് നമുക്ക് കാന്തശക്തി മാറ്റാൻ സാധിക്കോ, ഇല്ല. അതേസമയം ഇലക്ട്രോമാഗ്നറ്റിന്റെ കേസിൽ സ്ട്രെങ്ത് നമുക്ക് മാറ്റാൻ സാധിക്കും. ഇനി ഡസ് നോട്ട് നീഡ് ഇലക്ട്രിക് കറന്റ് ടു ആക്ട് ആസ് എ മാഗ്നറ്റ്. അപ്പൊ ഈ ബാർ മാഗ്നറ്റിന് ഒരു ഇലക്ട്രിക് കറന്റ് ആവശ്യമില്ല, അത് മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയത് ഇലക്ട്രിക് കറന്റ് ആവശ്യമില്ല. പക്ഷെ ഇലക്ട്രോമാഗ്നറ്റിന് എന്താണ്, ഇലക്ട്രോമാഗ്നറ്റിലേക്ക് ഇലക്ട്രിസിറ്റി കൊടുത്തു വരുമ്പോഴാണ് അത് എന്തായിട്ട് മാറുന്നത്, ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് മാറുന്നത്. റിക്വയർസ് ഇലക്ട്രിക് കറന്റ് ടു ആക്ട് ആസ് എ ഇലക്ട്രോമാഗ്നറ്റ്. മനസ്സിലായല്ലോ? ദെൻ അടുത്ത് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് നോട്ട് സോ സ്ട്രോങ്. ബാർ മാഗ്നറ്റിന്റെ കേസിൽ കാന്തിക മണ്ഡലം എങ്ങനെയാണ്, അത്രയ്ക്ക് സ്ട്രോങ് ഒന്നും അല്ല. അതേസമയം വേണം മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്, ശക്തിയേറിയതാണ്, സ്ട്രോങ് ആണ്. ക്ലിയർ ആണല്ലോ? ദാറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ബാർ മാഗ്നറ്റ് ആൻഡ് ദ ഇലക്ട്രോ മാഗ്നറ്റോട് ചോദിക്കാം കേട്ടോ, പഠിച്ചോളുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ കേട്ടോ. When an electric current is passed through a straight insulated conductor, ഇലക്ട്രിക് കറന്റ് ഒരു സ്ട്രേറ്റ് ഇൻസുലേറ്റഡ് കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്നു. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡെവലപ്ഡ് അറൌണ്ട് ഇറ്റ്. അതിന് ചുറ്റും എന്തുണ്ടാവുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. വിച്ച് ലോ ഹെൽപ്സ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദിസ് മാഗ്നറ്റിക് ഫീൽഡ്? സ്റ്റേറ്റ് ദ ലോ. ഏത് ലോയാണ് കാന്തിക മണ്ഡലത്തിന് ദിശ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന നിയമം അത് പ്രസ്താവിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്, കാന്തിക മണ്ഡലത്തിന്റെ ദിശ അല്ലെങ്കിൽ എന്താണ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നത് ഏത് ലോയാണ്, മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തംബ് റൂൾ ആണ്. അത് സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ഇമാജിൻ യു ആർ ഹോൾഡിംഗ് എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ വിത്ത് എ റൈറ്റ് ഹാൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് the thumb points in the direction of the current. The direction in which the other fingers encircles the conductor gives the direction of the magnetic
ഫീൽഡ്. അതായത് തള്ളവിരൽ വൈദ്യുതപ്രവാഹ ദിശയിൽ വരത്തക്ക രീതിയിൽ ചാലകത്തെ വലതു കൈകൊണ്ട് പിടിക്കുന്നതായി സങ്കല്പിച്ചാൽ ചാലകത്തെ ചുറ്റിപ്പിടിച്ച മറ്റ് വിരലുകൾ കാന്തിക മണ്ഡലത്തിന്റെ ദിശയിൽ ആയിരിക്കും. ദാറ്റ് ഈസ് എ മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തം റൂൾ. കൃത്യമായിട്ട് പഠിച്ചോളുക. ഇനി അതിന്റെ ബി പാർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഇൻ വിച്ച് നെയിം ദ ഇൻസുലേറ്റർ കണ്ടക്ടർ നോൺ വെൻ ഇറ്റ് ഈസ് വൂണ്ട് ഇൻ എ ഷേപ്പ് ഓഫ് എ ഹെലിക്സ്. സർപ്പിൾ ആകൃതി ചുറ്റിയെടുത്ത കവചിത ചാലകം ഏത് പേരിൽ അറിയപ്പെടുന്നു? നമുക്കറിയാം, സോളിനോഡ് അല്ലെ. സോളിനോഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. Then അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടോ. ദ ഡയറക്ഷൻ ഓഫ് കറന്റ് ഫ്ലോ അറ്റ് വൺ എൻഡ് ഓഫ് എ സോളിനോഡ് ഈസ് ഷോൺ ഗിവൺ. ഒരു സോളിനോഡിന്റെ കറന്റ് ഫ്ലോ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. വിച്ച് പോൾ ഓഫ് ദി സോളിനോഡ് ഈസ്, ഏതാണ്, ഏത് സോളിനോഡാണ് നമുക്കറിയാം അല്ലെ? സൗത്ത് പോൾ ആണ്, അതായത് ദക്ഷിണ ധ്രുവമാണ്. ഇനി വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡയറക്ഷൻ ഓഫ് കറന്റ് ഫ്ലോ ആൻഡ് ദ മാഗ്നറ്റിക് പൊളാരിറ്റി? മാഗ്നറ്റിക് പൊളാരിറ്റിയും കറന്റ് ഫ്ലോയുടെ ഡയറക്ഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ഇങ്ങനെയാണ്. ദ എൻഡ് ഓഫ് ദി സോളിനോഡ് അറ്റ് വിച്ച് കറന്റ് ഫ്ലോസ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വിൽ ബി ദ സൗത്ത് പോൾ. നമ്മൾ പറഞ്ഞാണ്, കറന്റ് ഫ്ലോ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അത് എന്ത് പോളാണ്? സൗത്ത് പോൾ ആണ്. വൈദ്യുതി പ്രവഹിക്കുന്ന സോളിനോഡിൽ വൈദ്യുതപ്രവാഹം പ്രദക്ഷിണ ദിശയിൽ പ്രവഹിക്കുന്ന അഗ്രം എന്തായിരിക്കും? ദക്ഷിണ ധ്രുവം ആയിരിക്കും. ഇനി അതിന്റെ ഒരു സി പാർട്ട് ഉണ്ട്. റൈറ്റ് എനി ടു ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ സ്ട്രെങ്ത് ഓഫ് ദ കറന്റ് ക്യാരിങ് സോളിനോഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് കേട്ടോ. കറന്റ് ക്യാരിങ് സോളിനോഡിന്റെ സ്ട്രെങ്തിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ് ഉണ്ട്, നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ ഉണ്ട്, യൂസ് ഓഫ് ടേൺ ആസ് കോറായി പച്ചിരുമ്പൊക്കെ ഉപയോഗിച്ച് അതിന്റെ സ്ട്രെങ്ത് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ പഠിച്ചോളുക. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രിക് മോട്ടർ. ഇലക്ട്രിക് മോട്ടറിന്റെ പ്രവർത്തന തത്വം പ്രസ്താവിക്കുക. എന്താണ് ഇലക്ട്രിക് മോട്ടറിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്ത് അതിന്റെ ഒരു മോഡൽ കാണിച്ച് തന്നെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ആ വീഡിയോ നിങ്ങൾ കാണുക, കണ്ട് കാര്യങ്ങൾ നല്ലോണം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റും കേട്ടോ. നോക്കാം, എന്താണ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്? എ കണ്ടക്ടർ വിച്ച് ക്യാൻ മൂവ് ഫ്രീലി ആൻഡ് വിച്ച് ഈസ് കെപ്റ്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് എ ഫോഴ്സ് വെൻ കറന്റ് പാസസ് ത്രൂ ഇറ്റ് ആൻഡ് ഇറ്റ് മൂവ്സ്. ഒരു കാന്തിക മണ്ഡലത്തിൽ സ്വതന്ത്രമായി ചലിക്കാവുന്ന ചാലകത്തിലുള്ള വൈദ്യുതി പ്രയോഗിക്കുമ്പോൾ ചാലകത്തിൽ ഒരു ബലം ഉളവാകും, അത് ചലിക്കുകയും ചെയ്യുന്നു. ദാറ്റ് ഈസ് എ പ്രവർത്തന തത്വം. ഇതാണ് ഇലക്ട്രിക് മോട്ടോറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇതിന്റെ ബി പാർട്ട് ഉണ്ട്. നെയിം എനി ടു അതർ ഡിവൈസസ് വിച്ച് വർക്ക്സ് ഓൺ ദ സെയിം പ്രിൻസിപ്പിൾ. ഇലക്ട്രിക് മോട്ടോറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്ന രണ്ട് ഡിവൈസിന്റെ പേര് നമുക്കറിയാം. ഫാൻ ഉണ്ട്, മിക്സി അല്ലെ. ഫാന്, മിക്സി, ലൗഡ് സ്പീക്കർ ഒക്കെ ഇതിന്റെ വർക്കിംഗ് മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. ഇനി വാട്ട് ഈസ് ദ യൂസ് ഓഫ് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ഇൻ ഇലക്ട്രിക് മോട്ടോർ? നമ്മൾ ആദ്യമേ ഒരു ക്വസ്റ്റ്യൻ കണ്ടതാണ്, സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. എന്താണ്? ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് കറന്റ് ത്രൂ ദ ആർമേച്ചർ ആഫ്റ്റർ എവരി ഹാഫ് റൊട്ടേഷൻ ഓഫ് ദ ആർമേച്ചർ. ഇതിനു വേണ്ടിയാണ് മോട്ടോറിന്റെ ഭ്രമണം തുടർച്ചയായി നിലനിൽക്കണമെങ്കിൽ ആർമേച്ചറുടെ വൈദ്യുതപ്രവാഹ ദിശ തുടർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കണം. ദ സ്പ്ലിറ്റ് റിംഗ് ഹെൽപ്സ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് കറന്റ് ത്രൂ ദ കോയിൽ ആഫ്റ്റർ എവരി ഹാഫ് റൊട്ടേഷൻ. ഓരോ അർദ്ധഭ്രമണത്തിന് ശേഷവും സർക്യൂട്ടിലെ വൈദ്യുതപ്രവാഹ ദിശ മാറ്റാൻ സഹായിക്കുന്ന ആരാണ്? സ്പ്ലിറ്റ് റിങ്ങുകളാണ്. ക്ലിയർ ആയല്ലോ? ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടെ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, അത് മോഡൽ എക്സാമിനേഷൻ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫ്രം ദ ഫോളോയിങ് ചൂസ് ദ ഇൻസ്ട്രുമെന്റ് ദാറ്റ് വർക്ക്സ് ഓൺ മോട്ടോർ പ്രിൻസിപ്പിൾ. മോട്ടോർ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ് ചോദിച്ചിരുന്നു. ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. AC ജനറേറ്റർ, മൂവിംഗ് കോയിൽ, മൈക്രോഫോൺ, DC ജനറേറ്റർ, മൂവിംഗ് കോയിൽ, ലൗഡ് സ്പീക്കർ. മോട്ടോർ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന ഏതാണ്? മൂവിംഗ് കോയിൽ, ലൗഡ് സ്പീക്കർ ആണ് അല്ലെ. ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ ആണ് ഇതിൽ വർക്ക് ചെയ്യുന്ന മോട്ടോർ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടോ. ഒബ്സർവ് ദ ഫിഗർ ഓഫ് എ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിന്റെ ചിത്രം നൽകിയിരിക്കുകയാണ്. നെയിം ദ പാർട്സ് ലേബൽഡ് ആസ് A and B. ലൗഡ് സ്പീക്കറിന്റെ പടം കൊടുത്തിട്ടുണ്ട്. പാർട്സുകൾ എയും ബി ഇവിടെ കൊടുത്തിട്ടുണ്ട്. എയും ബിയും പാർട്സുകൾ ഏതൊക്കെയാന്ന് പറയാൻ ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ദ ഡയഫ്രം ഇൻ ദിസ് ഡിവൈസ്. ഈ ഡിവൈസിലെ ഡയഫ്രത്തിന്റെ ധർമ്മം എന്തും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എയും ബിയും ഏതാണ്? എ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് നമുക്കറിയാം. ഇവിടെ ഇതാണ് എ എന്ന് പറഞ്ഞിരിക്കുന്നത് വോയിസ് കോയിലാണ്. ബി എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പോർഷൻ, ബി ഏതാണ്? ഫീൽഡ് മാഗ്നറ്റ് ആണ്. എന്ന് വെച്ചാൽ വോയിസ് കോയിലാണ്. ബി എന്ന് പറഞ്ഞിരിക്കുന്നത് ഫീൽഡ് മാഗ്നറ്റും ആണ്. മനസ്സിലായല്ലോ? ഇനി ഡയഫ്രത്തിന്റെ ഫംഗ്ഷൻ ചോദിച്ചിട്ടുണ്ട്. ഡയഫ്രം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുമല്ലോ. വോയിസ് കോയിലിന്റെ വൈബ്രേഷൻ അനുസരിച്ചിട്ട് ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ അതിന്റെ ഫലമായിട്ട് അതിന് മുകളിലുള്ള എയർ പോർഷൻ എങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്തിട്ട് ശബ്ദം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നോക്കാം. ഡയഫ്രം വൈബ്രേറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു ദ വൈബ്രേഷൻ ഓഫ് വോയിസ് കോയിൽ വിച്ച് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ഫീൽഡ് മാഗ്നറ്റ്സ് അല്ലെ. ഫീൽഡ് മാഗ്നറ്റ്സിന് ഇടയിലുള്ള വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. ദ ഓസിലേഷൻസ് ഓഫ് എയർ അറൌണ്ട് ഡയഫ്രം ഗെറ്റ്സ് വൈബ്രേറ്റഡ് ആൻഡ് സൗണ്ട് ഈസ് റീപ്രൊഡ്യൂസ്ഡ്. മനസ്സിലായല്ലോ? വോയിസ് കോയിലിന്റെ കമ്പനത്തിനനുസരിച്ച് ഡയഫ്രം കമ്പനം ചെയ്യുകയും അതിന് ചുറ്റുമുള്ള വായു കമ്പനം ചെയ്ത് ശബ്ദം ഉണ്ടാവുകയും ചെയ്യുന്നു.
മനസ്സിലല്ലോ, ഫംഗ്ഷൻ ഓഫ് ഡയഫ്രം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ക്വസ്റ്റ്യൻസുകൾ എല്ലാവരും പഠിക്കുക കേട്ടോ. സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻസുകളാണ്. നിങ്ങളത് പഠിക്കുക. ഡൗട്ടുള്ള സെക്ഷൻസ് ഒക്കെ നിങ്ങൾ വീഡിയോസ് കാണുക കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഡൗട്ടുള്ള ഭാഗങ്ങളുടെയൊക്കെ വീഡിയോസ് പ്രത്യേകമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതൽ കുട്ടികളും ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. അതായത് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് നോർത്ത് പോൾ, കാന്തസൂര്യയുടെ ഉത്തരധ്രുവത്തിന് ചലനദിശ എങ്ങോട്ടാന്നൊക്കെയുള്ള ഒരു ഡൗട്ടുകൾ ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളും പഠിച്ചപ്പോൾ അങ്ങനെ ഡൗട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കുക, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക, എഴുതി തന്നെ പഠിക്കുക കേട്ടോ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യട്ടെ. ഇനി ഇതുപോലത്തെ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതനുസരിച്ചിട്ട് നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസുകളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്